അങ്ങനെ ഡേവിഡ് ഹർവാർഡും ഗോലിയാത്ത് ട്രംപും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. നമ്മുടെ ഫ്രണ്ടിന് ഇളകിയെന്ന് പറഞ്ഞാൽ വട്ടമിളകി, വക്കിളകി, അരപ്പിരിയല്ല, ഫുൾ പിരിയും ലൂസായി. ഇപ്പോൾ ഹർവാർഡ് യൂണിവേഴ്സിറ്റിയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ട്രംപ്. ഹർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വിദേശ ആളുകളുടെ വിസ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമല്ല അമേരിക്കയിലേക്കുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് റദ്ദാക്കി. ഏത് ട്രംപാണ്? നമ്മുടെ ട്രംപ്, നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടന്ന ട്രംപ് മച്ചമ്പി ഫുൾ പിരിയിളകി. സാധാരണ തണുപ്പ് കാലം വരുമ്പോൾ പിരിയിളകാറുണ്ട്. ഇതിപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റായി 2ാം ഊഴം വന്നതിന് ശേഷം മച്ചമ്പിയോട് നമുക്ക് പഴയതുപോലുള്ള സ്നേഹമില്ല. ഇവിടുത്തെ പ്രാർത്ഥിച്ച പൂജ ചെയ്ത തീവ്രസംഖികളും കൃസംഖികളും കാസാക്കൂസന്മാരുമൊന്നും ഇപ്പോൾ അത്രമേൽ ട്രംപിനെ പുകഴ്ത്തുന്നും വാഴ്ത്തുന്നും ഒന്നുമില്ല. മറ്റേത് ട്രംപ് വന്നിട്ട് എന്തൊക്കെയോ ചെയ്യാനിരുന്നതാണ്. ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന പണി അവിടുത്തെ യൂണിവേഴ്സിറ്റികളെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്കൻ വിരുദ്ധ ആശയങ്ങൾ രൂപം കൊള്ളുന്നത് യൂണിവേഴ്സിറ്റികളിലാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ വിരുദ്ധ ആശയങ്ങളല്ല, അകറ്റപ്പെടുന്നവൻ്റെയും അരികുവൽക്കരിക്കപ്പെടുന്നവൻ്റെയും കറുത്തവൻ്റെയും ചിന്തകൾ പല യൂണിവേഴ്സിറ്റികളിലും രൂപം കൊള്ളുന്നത് വെള്ളക്കാരനായ ട്രംപിന് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ യൂണിവേഴ്സിറ്റികളിൽ പിടിമുറുക്കി ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ കയറി പിടിച്ചു. അവർ പാവങ്ങളാണ്, അവർക്ക് ഗ്രാൻറ്റ് കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിലാക്കിയപ്പോൾ അവരങ്ങ് കീഴടങ്ങി. അത് കണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഹർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സാക്ഷാൽ ട്രംപ് കയറി പിടിച്ചിരിക്കുകയാണ്. അവിടെ അവരുടെ ഗ്രാൻറ്റ് കട്ട് ചെയ്തു, പല കാര്യങ്ങളിലും നിയന്ത്രണം കൊണ്ടുവന്നു. അപ്പോഴൊക്കെയും കൊളംബിയ യൂണിവേഴ്സിറ്റിയെപ്പോലെ കീഴടങ്ങാതെ അവർ ഫെഡറൽ കോടതിയെ സമീപിക്കുകയും പലതിനും സ്റ്റേ വാങ്ങുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് രാജ്യത്തിൻ്റെ പരമാധികാരം ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും വിസ നിർത്തിവെക്കാനായി ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ട്രംപിനെ നമ്മൾ അതിനു വേണ്ടിയൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രൊഫൈലുകളിൽ പണ്ട് ആഘോഷിച്ചവർക്കും അങ്ങടങ്ങട് എതിർത്ത് പറയാൻ ഒരു വിഷമവും ഒരു ശങ്കയും ഒരു ഒക്കെ ഉണ്ട്. ആപ്പിളും സാംസങ്ങും ഒന്നും വേറൊരു രാജ്യത്തും ഇനി നിർമ്മിച്ചേക്കരുത്. അവിടെ എവിടെയെങ്കിലും നിർമ്മിച്ചാൽ 25% 30% നികുതി ഈടാക്കുമെന്നും ഇന്ത്യക്കാരൻ അവന് വേറെ പണിയുണ്ട് അത് നോക്കിക്കോളുമെന്നും ആപ്പിൾ നിങ്ങൾ അമേരിക്കയിൽ നിർമ്മിച്ചാൽ മതിയെന്നും ഒക്കെ ധിക്കാരവും അഹങ്കാരവും ഒക്കെ പറഞ്ഞിട്ടും ആർക്കും മുണ്ടാട്ടമില്ല. നമ്മുടെ അമരത്തിനകത്ത് പണ്ട് മമ്മൂട്ടി കഥാപാത്രം പറഞ്ഞതുപോലെ മുണ്ടാട്ടം മുട്ടിപ്പോയ എന്ന് ചോദിക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ആകെ മൊത്തം അവസ്ഥ. ഏതായാലും ഹർവാർഡുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ പറഞ്ഞതുപോലെ ഡേവിഡ് ഹർവാർഡ് ജയിക്കുമോ അതോ ഗോലിയാത്ത് ട്രംപ് ജയിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അത് കണ്ടറിയണം.